ങ്ങളുണ്ട്. അല്ലെങ്കിൽ വേറെ ഞങ്ങൾ ലാസ്റ്റ് ചർച്ചയാക്കിയ വിഷയം ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടിരുന്നെങ്കിലും അത് ഒപ്പാസ് മടക്കേണ്ടി വരും. അല്ല മടക്കണമെങ്കില്ല, ഓതിക്കൊണ്ടുള്ള അത് ഓർത്തൊലത്തിയത് അതിനപ്പുറം ഞങ്ങൾ എന്താക്കുക, കംപ്ലീറ്റ് ആക്കുക. ഇങ്ങനെയുള്ള ചർച്ചയാണ് ഞങ്ങൾ ചൊന്നത്. അപ്പോൾ ഒപ്പാസ് മടക്കനായ വിഷയം ചർച്ചയാക്കുമ്പോൾ അവിടെ ചൊന്തു പരിശുദ്ധമായ നിസ്കാരത്തിൽ പെട്ടതേ എന്തെങ്കിലും ഒരു വിഷയം ഞങ്ങളെ ഫാത്തിഹ സൂറത്തിനിടയിൽ സംഭവിച്ചെങ്കിൽ ആ ഫാത്തിഹ സൂറത്ത് ഞങ്ങൾ എന്താക്കേണ്ടതില്ല, ഒപ്പാസം അടക്കേണ്ടതില്ല. അവിടെ ഉദാഹരണം ചൊന്തു, ഞങ്ങൾ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമ് ഏതെങ്കിലും റഹ്മത്തിലെ ആയത്തോതുമ്പോൾ ഞങ്ങൾക്ക് അള്ളാഹുരട്ടിയ റഹ്മത്ത് കേൾക്കൽ സുന്നത്തുണ്ടോ? അങ്ങനെ കേട്ടത് കൊണ്ട് ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ റഹ്മത്ത് കേട്ടത് കൊണ്ട് ഞങ്ങൾ ഫാത്തിഹ ഒപ്പാസം അടക്കേണ്ടതില്ല, ഓർത്തോലായിട്ട് അതിനപ്പുറം കംപ്ലീറ്റ് ആക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാത്തിഹ സൂറത്ത് ഞങ്ങൾ മടക്കേണ്ടി വരും. എപ്പോൾ ഈ ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് ഫാത്തിഹ സൂറത്തിന്റെ ഇടയിൽ സംഭവിച്ച ഒരു വിഷയം, അത് നിസ്കാരത്തിൽ പെട്ടതല്ലാത്ത നിസ്കാരത്തെ പുറത്തുള്ള ഒരു വിഷയമാണ് ഈ ഫാത്തിഹ സൂറത്തിനിടയിൽ സംഭവിച്ചത് എന്നെങ്കിൽ ആ നിസ്കാരം ആ ഫാത്തിഹ സൂറത്ത് വീണ്ടും മടക്കണം ചെന്നിട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ ആക്കിക്കൊണ്ടിരുന്ന. ഇനിയോ ഈ പരിശുദ്ധമായ നിസ്കാരത്തിലെ ഫാത്തിഹ സൂറത്ത് അത് ശരിയാവണമെങ്കിൽ കുറെ നിബന്ധനകൾ, നിർബന്ധമായ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ചയാക്കിയ ആ കൂട്ടത്തിൽ ചെന്ന ഒരു വിഷയമാണ് മുആലാത്ത് വിഷയം ഇപ്പൊ ചർച്ചയാക്കി. അതോടുകൂടി ചെന്ന ഒരു വിഷയമാണ് ഈ പരിശുദ്ധമായ ഖുർആനിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ മുഖേന ഇറക്കുകയും അത് സ്വഹാബിമാർക്ക് കിട്ടുകയും താബിഈങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ പ്രസിദ്ധരായിട്ടുള്ള ഒരു പ്രസിദ്ധരായ ഖാരിഈങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്താക്കണം, പരിചയപ്പെടുത്തുക. അൽ ഖുർആഉ സബ്അ, 7 ആൾമാരുള്ള ഈ 7 പരിശുദ്ധമായ ഖുർആന്റെ നമുക്ക് എങ്ങനെ ഓതി തന്നരാറോ ആ രൂപത്തിൽ ഓതണം. അങ്ങനെയാണെങ്കിൽ അത് നിർബന്ധമായ ഒരു വിഷയമാണ് ഫാത്തിഹ സൂറത്തിൽ. മനസ്സിലായോ? അതായത് ഈ മദ്ദിന്റെ വിഷയത്തിൽ ഈ ഖുർആഉ സബ്അ നമുക്ക് എങ്ങനെ പഠിപ്പാട്ടി തന്നരാറ്, അല്ലെങ്കിൽ ഇദ്ഗാമിന്റെ വിഷയത്തിൽ എങ്ങനെ പഠിപ്പാട്ടി തന്നരാറ്, അല്ലെങ്കിൽ അതുപോലത്തെ വിഷയം അർഫ് ചേഞ്ച് ആയെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അർഫ് ഇല്ലാണ്ടായി ഓരോ അക്ഷരം ഇല്ലാണ്ടാക്കിയെങ്കിൽ എങ്ങനെ സംഭവിക്കും, ഷെദ് പോയെങ്കിൽ എങ്ങനെ സംഭവിക്കും, അതുപോലെ ഖുർആന്റെ അർത്ഥം വ്യത്യാസമുണ്ടെങ്കിൽ തപ്പുകൾ സംഭവിച്ചാൽ എങ്ങനെയാകും, ഇങ്ങനെയെല്ലാം അങ്ങ് ഇല്ലാത്ത രൂപത്തിൽ, ഇതൊന്നും വരാത്ത രൂപത്തിൽ എങ്ങനെ മദ്ദ് കൊടുത്തിട്ട് ഓതണം, എത്ര രൂപത്തിൽ ആ മദ്ദിനെ നീട്ടണം, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ ഇദ്ഗാമാക്കണം, എങ്ങനെ നമുക്ക് പഠിപ്പാട്ടി തന്നറാറോ ഫാത്തിഹ സൂറത്തിൽ ആ രൂപത്തിൽ ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതണുണ്ടാണ്. അങ്ങനെ ഓതിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ശരിയാവിടെ. അങ്ങനെ ഈ ഫാത്തിഹ സൂറത്തിൽ അതല്ലാത്ത വേറെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ഫോൾട്ട് കണ്ട് അങ്ങനെ വന്നെങ്കിൽ നിസ്കാരം ബാത്തിലാവാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ച് ജീവിച്ചിട്ട് ഞങ്ങൾ നിസ്കാരത്തിൽ പ്രാവർത്തികമായിട്ട് ശുദ്ധമായ രൂപത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുള്ള ശ്രമം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അതൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ സൂറത്ത് ഓതിട്ട് എല്ലാവർക്കും ഹദിയാക്കിയിട്ട് നമുക്ക് പിരിയാം. വഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫാത്തിഹ സൂറത്ത് ചൊന്ന വിഷയം എല്ലാം അല്ലാഹു ഞങ്ങളുടെ ഖബൂലിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങൾ, ഔലിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെല്ലാവരും പൊരുത്തം കാവലും അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ
ഞങ്ങൾ ഈ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങ എല്ലാവരുടെ ഖബറിലേക്ക് അല്ലാഹു ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുത്തിട്ട് അങ്ങ് വലിയ സന്തോഷമുള്ള ഒരു നല്ല സൽക്കർമ്മങ്ങളായിട്ട് നീ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരോഗ്യ പ്രശ്നങ്ങളും അല്ലാഹു എല്ലാം മാറ്റി തന്ന നല്ല ജീവിതം നമുക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم